കേരളത്തിന്റെ പുതിയ ഗവർണർ രാജേന്ദ്ര അർലേക്കറിനെ കുറിച്ച് മുൻവിധികളില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഭരണഘടനാ വിരുദ്ധമായ ഇടപെടലുകൾ മാത്രം നടത്തിയ ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹത്തെ മഹത്വവൽക്കരിക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിച്ചുവെന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. സർക്കാരുമായി നേരിട്ടുള്ള പോരിന്റെ 5 വർഷം പൂർത്തീകരിച്ച ശേഷമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിലേക്ക് വിമാനം കയറുന്നത്. രാജ്യത്തെ ഏക ഇടതുപക്ഷ സർക്കാരിനെ നിരന്തരം പ്രതിസന്ധിയിലാക്കിയതിന്റെ പ്രത്യുപകാരം കൂടിയാണ് ആരിഫ് മുഹമ്മദ് ഖാന് ബീഹാർ ഗവർണർ സ്ഥാനം. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി മുഖ്യമന്ത്രിക്കെതിരെ രാജ്ഭവനിൽ വെച്ച് വാർത്താ സമ്മേളനം നടത്തിയത് മുതൽ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിടാതെ ഇരുന്നതും സർക്കാർ തീരുമാനത്തിന് വിരുദ്ധമായി സർവകലാശാലകളിൽ നിയമനം നടത്തിയും LDF സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. അതിലുള്ള രോഷം CPM-ന് ഇപ്പോഴും തീർന്നിട്ടില്ല. നിലവിലുള്ള ഗവർണറെ സംബന്ധിച്ചിടത്തോളം പരാതി കേരളത്തിലുണ്ട്. അതിനെ വെള്ളപൂശാൻ വേണ്ടി മഹത്വവൽക്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ചില മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ളത്. അത് തികച്ചും കേരള വിരുദ്ധമായ സമീപനമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. RSS-ലൂടെ വളർന്ന് സംഘപരിവാർ സർക്കാരുകളുടെ പ്രധാനപ്പെട്ട പദവികളിലെത്തിയ രാജേന്ദ്ര അർലേക്കറാണ് പുതിയ കേരള ഗവർണർ. എല്ലാം തികഞ്ഞ സംഘപരിവാറുകാരനായതുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ കുറച്ചുകൂടി സംസ്ഥാന സർക്കാർ ശ്രദ്ധിക്കേണ്ട ആളാണ് രാജേന്ദ്ര അർലേക്കർ. പുതിയ ഗവർണറെ കുറിച്ച് മുൻവിധികളില്ലെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. ശരിയായ രീതിയിൽ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിച്ചു പോകുന്ന ഒരു സമീപനത്തിലേക്ക് ഗവർണർ എത്തണം എന്നാണ് ഗവർണറെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാട്. ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്തൊരു മുൻവിധിയുമില്ല. ആരിഫ് മുഹമ്മദ് ഖാൻ പോകുന്നതിൽ ചില കോൺഗ്രസ് നേതാക്കൾക്ക് വിഷമമുണ്ടെന്നും പുതിയ ഗവർണറിൽ നിന്ന് ഭരണഘടനാപരമായ ഉത്തരവാദിത്തം നിർവഹിക്കലാണ് പ്രതീക്ഷിക്കുന്നതെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പറഞ്ഞു. ഞങ്ങൾക്കൊരു പ്രത്യേക ആനുകൂല്യവും വേണ്ട, മേഴ്സിയും വേണ്ട. ഭരണഘടനാപരമായിട്ടുള്ള മേഴ്സി, ഭരണഘടനാപരമായിട്ടുള്ള സംരക്ഷണം, അത് മാത്രമേ കേരളം ആവശ്യപ്പെടുന്നുള്ളൂ. ചുമതലയേൽക്കുന്നതിന് മുമ്പ് പുതിയ ഗവർണറുമായി ഒരു യുദ്ധപ്രഖ്യാപനം വേണ്ട എന്ന പാർട്ടി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് MV ഗോവിന്ദൻ ഇപ്പോൾ മയപ്പെടുത്തി സംസാരിച്ചത്. എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തതിന്റെ തുടർച്ച നടത്താനാണ് പുതിയ ഗവർണറുടെ തീരുമാനമെങ്കിൽ രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്നാണ് CPM നേതാക്കൾ വ്യക്തമാക്കുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.